മറ്റൊരു സ്റ്റോറിയിലേക്കാണ്. അർജന്റീന ഈജിപ്ത് മത്സരത്തിന് പിന്നാലെ വിവാദങ്ങളും ചൂടുപിടിക്കുന്നുണ്ട്. അതുകൂടി പ്രേക്ഷകർ ഒന്ന് അറിഞ്ഞു വെക്കണം. മത്സരം നിയന്ത്രിച്ച റഫറിക്കെതിരെയും ഫീഫയ്ക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഈജിപ്ത് താരങ്ങളും പരിശീലകനും ഉയർത്തിയിരിക്കുന്നത്. കളിയിലെ മുഴുവൻ റഫറീസിനെയും അടുത്ത മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാവശ്യപ്പെട്ട് ഈജിപ്ത് ഫുട്ബോൾ ഫെഡറേഷൻ ഫീഫയ്ക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. കളി കഴിഞ്ഞിട്ടും കളത്തിനുള്ളിലെ വിവാദത്തിന് അറുതിയില്ല. ഫ്രഞ്ച് റഫറി ഫ്രാൻസ്വാ ലെറ്റക്സിയറാണ് അർജന്റീന ഈജിപ്ത് വാശിയേറിയ പോരാട്ടം നിയന്ത്രിച്ചത്. പലപ്പോഴായി എടുത്ത തീരുമാനങ്ങൾക്കെതിരെയാണ് ഇപ്പോഴത്തെ പ്രതിഷേധം. പല തീരുമാനങ്ങളും അർജന്റീനയ്ക്ക് അനുകൂലമായി എന്നാണ് വിമർശനം. രണ്ടാം പകുതിയിൽ ഈജിപ്തിനായി സിക്കോ നേടിയ ഗോൾ വാർ പരിശോധനയിലൂടെ റദ്ദാക്കി. ലിസാൻഡ്രോ മാർട്ടിനസിനെ ഫൗൾ ചെയ്താണ് ഈജിപ്ത് ഗോളിലേക്കുള്ള വഴി തുറന്നതെന്നാണ് റഫറി വിധിച്ചത്. 91-ാം മിനിറ്റിൽ അർജന്റീന സമാനമായ രീതിയിൽ ഗോൾ നേടിയപ്പോൾ റഫറി വാർ നോക്കാതെ അനുകൂല തീരുമാനമെടുത്തുവെന്നും ആരോപണമുയരുന്നു. അർജന്റീനയുടെ നിരവധി ഫൗളുകൾക്ക് നേരെ റഫറി കണ്ണടച്ചുവെന്നും വിമർശനങ്ങളുണ്ട്. സമൂഹമാധ്യമങ്ങളിലെ വിമർശനത്തിനു പുറമെ ഈജിപ്ത് താരങ്ങളും പരിശീലകനും ഗുരുതര ആരോപണവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ലോകകപ്പ് ഒത്തുകളിയാണെന്നും കപ്പ് അർജന്റീനയ്ക്ക് കൈമാറിക്കഴിഞ്ഞതായും ഈജിപ്ത് മുന്നേറ്റ താരം മുസ്തഫ സിക്കോ പ്രതികരിച്ചു. ലെറ്റക്സിയറുടെ നടപടി ഏകപക്ഷീയമാണെന്നും സിക്കോ ആരോപിച്ചു. ഈജിപ്ത് ചതിക്കപ്പെട്ടതായി പരിശീലകൻ ഹൊസാം ഹസനും കുറ്റപ്പെടുത്തി. പിന്നാലെയാണ് ഈജിപ്ത് ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷപാതപരമായ റഫറിയുടെ നടപടികൾ പരിശോധിക്കണം. അടുത്ത മത്സരങ്ങളിൽ നിന്ന് ഈ റഫറിമാരെ വിലക്കണമെന്നും ഈജിപ്ത് ഫുട്ബോൾ ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.